Hello besties, welcome back to my channel. എൻ്റെ പേര് ഷിൻഷ. നമ്മുടെ ചാനലിൻ്റെ പേര് ഷിൻസ് ക്രിയേറ്റീവ് ബ്യൂട്ടി. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു കുക്കിംഗ് എപ്പിസോഡാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വെനസ്ഡേ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കുക്കിംഗ് നമുക്കൊരു വീഡിയോ പിടിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചില്ലി ഫിഷാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ ചില്ലി ഗോബി, ചില്ലി ചിക്കൻ എല്ലാം ഉണ്ടാക്കി നോക്കാറുണ്ട്. ചില്ലി മഞ്ചൂരിയൻ എല്ലാം നോക്കാറുണ്ട് നമ്മൾ. അപ്പോൾ ഫിഷ് ചില്ലി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുതിയതായിട്ടൊരു ഫിഷ് ചില്ലി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫിഷ് ചില്ലിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കാണുന്ന വീഡിയോയുടെ താഴെ റൈറ്റ് സൈഡിലായിട്ട് ഒരു റെഡ് കളർ ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ആവും. അതുപോലെ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കാണിക്കുക. ബെല്ലൈക്കനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ ഈ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഫിഷ് ഏതാണെന്ന് വെച്ചാൽ സ്രാവാണ്. നല്ല ദശ കട്ടിയുള്ള സ്രാവാണ്. അപ്പോൾ നമ്മൾ എല്ലാം അതിൻ്റെ ചെറിയ എല്ല് പോലെ വരുന്ന ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയ പീസായി കട്ട് ചെയ്തിരിക്കുകയാണ്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു 1.5 കിലോ ഫിഷ് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മുട്ട വേണം. ഒരു മുട്ട നമ്മൾ യൂസ് ചെയ്യണത് നല്ല ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഞാൻ നന്നായി മിക്സിയിൽ അരച്ചിട്ട് നല്ല പേസ്റ്റാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി. അപ്പോൾ നമ്മൾ കുറച്ചൊരു കളറിന് വേണ്ടിയിട്ടും എരിവിന് വേണ്ടിയിട്ടും അധികം എരിവ് ആവശ്യമില്ലല്ലോ ഫിഷ് ചില്ലിയിൽ. അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി എടുക്കുന്നത്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഹോട്ട് ചില്ലി പൗഡറും യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് കുറച്ച് മൈദാപ്പൊടിയാണ്. ഒരു 4 സ്പൂൺ മൈദാപ്പൊടി, അതിലേക്ക് 2 സ്പൂണ് കോൺഫ്ലോറും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. 2 സ്പൂൺ കോൺഫ്ലോർ, 4 സ്പൂൺ മൈദാപ്പൊടി, ഇതുപോലെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ചിക്കനെല്ലാം മാറ്റി കൊടുക്കുകയാണ്. ഇനി അതിന് ശേഷം നമ്മളതിലേക്ക് ഈ നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഓരോ സാധനങ്ങളും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ്. ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക നമ്മൾ. പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കോൺഫ്ലോറും അതുപോലെ തന്നെ മൈദാപ്പൊടി. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഒന്നിച്ചാണ് ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട കൊത്തി ഒഴിക്കാം. ഒരു മുട്ടയാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. നമ്മൾ കൈ വെച്ച് തന്നെയാണ് ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഉപ്പ് നമുക്ക് ആവശ്യമുള്ള എത്ര ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് നോക്കുക. ഫ്രൈ ചെയ്യുമ്പോഴും മസാലയിൽ നമുക്ക് ഉപ്പ് വേണം. ശേഷം നമ്മളിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫിഷിലേക്ക് ഇതെല്ലാം പിടിക്കണം. അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു 2 അവർ മുന്നേ ഒക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ മുന്നേ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഫിഷിലേക്ക് നമ്മൾ ഈ മസാലകളെല്ലാം കൂടി നന്നായിട്ട് പിടിക്കും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക്. അപ്പോൾ ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളിനി മാരിനേറ്റ് ചെയ്യാൻ വെച്ചേക്കാണ്. ഒരു 2 അവർ നമ്മൾ ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കരുത്. ഇല്ല പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തെടുക്കാം. ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ ഓയിൽ വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. 1.5 കപ്പ് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് ഈ ഫിഷ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഡീപ്പ് ഫ്രൈ വേണം. എന്നാൽ ഒരുപാട് മൊരിയാൻ വേണ്ട. നമ്മൾ വെളിച്ചെണ്ണയിൽ ഇച്ചിരി മറച്ചിട്ട് നമ്മൾ ഇച്ചിരി ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്ക് നല്ല ക്രിസ്പി ആയി കിട്ടുന്ന ഫിഷാണ്. പെട്ടെന്ന് ആവുകയും ചെയ്യും. എന്താ പറയുക, സ്റ്റൗ എപ്പോഴും സ്ലിമ്മിൽ വെക്കുക. കാരണം ഇത് നമ്മൾ കോൺഫ്ലോറും മൈദയൊക്കെ ചേർത്ത കാരണം കൊണ്ട് ഇതിനൊരു സ്റ്റഫിങ് വരുന്നുണ്ടല്ലോ. അത് കാരണം കൊണ്ട് ഇതിൻ്റെ കോട്ടിംഗ് ഉള്ള കാരണം കൊണ്ട് നമ്മളത് പെട്ടെന്നാവും. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ അതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം.
നമുക്കിത് 2 ട്രിപ്പായിട്ട് വറുത്തെടുക്കാം. നമ്മൾ തീ കുറച്ച് വയ്ക്കുക, പെട്ടെന്ന് തന്നെ ഇത് പൊരിയും. ഈ ഫിഷ് മൊരിയണ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മസാല ഉണ്ടാക്കാം. അപ്പോൾ ഈ ഫിഷ് ഒന്ന് മൊരിയട്ടെ നന്നായിട്ട്. ഓക്കെ, നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ നന്നായി മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി അടുത്ത ഭാഗം കൂടെ മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് എടുക്കാം. കൊണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ മീൻ നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം 2 ഭാഗവും നന്നായിട്ട് ആയിട്ടുണ്ട്, നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വാങ്ങിയെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് എടുക്കാം നമുക്കിത്. നല്ല മൊരിഞ്ഞിട്ടുണ്ട് മീൻ, 2 ഭാഗവും മൊരിഞ്ഞിട്ടുണ്ട്. നമ്മൾ കോൺഫ്ലോറും അതുപോലെ മൈദയൊക്കെ ചേർത്ത കാരണം കൊണ്ട്, പിന്നെ മുട്ടയും ചേർത്തു, അതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിതിൽ വേറെ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ കാശ്മീരി ചില്ലി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. കാശ്മീരി ചില്ലി ആഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കളർ വരും. ഇനി നമുക്ക് ബാക്കിയുള്ള ഫിഷ് കൂടെ വറുത്തെടുക്കാം. ഒരു ട്രിപ്പും കൂടി ഫിഷ് ഉണ്ട്, നമുക്കതും കൂടെ വറുത്തെടുക്കാം. നമ്മൾ ഈ മീന് ആദ്യം നമ്മൾ കുറേ നേരം ഇത് മസാല പുരട്ടി വെച്ച കാരണം കൊണ്ട് മീനിലെല്ലാം നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ നമ്മുടെ പാകത്തിന് ചേർത്ത് നമ്മൾ വെക്കുക. നമുക്ക് ഉപ്പ് ഇച്ചിരി കുറവായാലും കുഴപ്പമില്ല, കാരണം നമ്മൾ മസാല ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കുമ്പോൾ ആ മസാലയിൽ തന്നെ കുറച്ച് ഉപ്പ് ചേർക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് കുറവായാലും ഫിഷിൽ കുറച്ച് ഉപ്പ് കുറവ് വന്നാലും കുഴപ്പമില്ല. ഇത് നമുക്ക് മൊരിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് എടുക്കാം. അപ്പോൾ ഫിഷ് ഇവിടെ ഫ്രൈ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഓരോ പീസ് നോക്കിയാലും അറിയാം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മസാലയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, ക്യാപ്സിക്കം വേണം. ക്യാപ്സിക്കം അങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞ് വെക്കണം, ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം ക്യാപ്സിക്കം. അപ്പോൾ ഇതൊരു ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്, വലിയൊരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വേണം, ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിയണം. പച്ചമുളകും ചെറുതായി അരിഞ്ഞത് വേണം. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സവാളയാണ്. സവാളയും ക്യാപ്സിക്കും ഒരേപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തേക്കാണ്. നമ്മൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫിഷ് ചെറുതായി അരിഞ്ഞ കാരണം കൊണ്ട് നമുക്ക് സവാളയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കാണ്, അതുപോലെ ക്യാപ്സിക്കും ചെറുതായി അരിഞ്ഞെടുത്തേക്കാണ്. പിന്നെ ഇത് വഴറ്റാനായിട്ട് ആവശ്യമുള്ള വെളിച്ചെണ്ണ, ഓയിൽ. ഞാൻ ഓയിൽ എടുത്തിരിക്കുന്നത് ഇത് ഫ്രൈ ചെയ്ത ഫിഷ് ഫ്രൈ ചെയ്തേക്കണ ആ എണ്ണ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടെ അതാവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് തന്നെ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് സോയാ സോസ് വേണം. ഞാൻ അമേരിക്കൻ ഗാർഡൻ്റെ സോയാ സോസാണ് എടുത്തിരിക്കുന്നത്. ക്ലാസിക്കാണ്, നോർമലാണ്. അതുപോലെ മാഗിയുടെ ടൊമാറ്റോ സോസും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ വെച്ച് ചൂടാക്കാം. ആ പാനിലേക്ക് നമ്മൾ ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് നന്നായി ചൂടാവട്ടെ കേട്ടോ. ചൂടാകുമ്പോൾ നമുക്ക് ഈ നമ്മുടെ ഇൻഗ്രീഡിയൻസ്, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം പച്ചമുളക് ചേർത്ത് കൊടുക്കുക, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഈ 3 സാധനങ്ങളും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 4 സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 4 സവാള കുരുകുരുവായിട്ട് അരിഞ്ഞത്. ഈ സവാള ചേർത്ത് വഴറ്റുമ്പോൾ സവാള പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ചെറുതായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടും.
സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഇതൊരു വലിയൊരു ക്യാപ്സിക്കം എടുത്തിട്ടുള്ളതാണ്. അത് മുഴുവൻ നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ക്യാപ്സിക്കം ഈ സവാളയും നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാൻ പോകുന്നത്. സവാളയും ക്യാപ്സിക്കം നന്നായിട്ടൊന്ന് വഴണം. ക്യാപ്സിക്കം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. സവാളയും ക്യാപ്സിക്കം നന്നായി വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, കാശ്മീരി മുളക് പൊടിയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതുപോലെ കുറച്ച് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കണം. ഇത് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മുളക് പൊടിയുടെ ഒരു കുത്തലുണ്ടാവില്ല, ഒരു പച്ച കുത്തൽ, അത് മാറുന്ന വരെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. മുളക് പൊടിയുടെ ആ ഒരു പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിക്ക് തന്നെ നല്ല കളറുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യണ്ട, അത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ നമ്മൾ പരമാവധി ഇങ്ങനെ കാശ്മീരി ചില്ലിയൊക്കെ വെച്ചിട്ട് ആഡ് ചെയ്ത് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവിടെ മുളക് പൊടിയുടെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർക്കുന്നത് സോയാ സോസാണ്. ഒരു സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്പൂണിൽ ഒരു സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കണം. ടൊമാറ്റോ സോസ് ഒരു 3 സ്പൂണൊക്കെ ചേർക്കാം. ഇതിൻ്റെ ഇരട്ടി ചേർക്കണം നമ്മൾ. സോയ സോസ് ഒരുപാട് ആവരുത്. ഇനി ടൊമാറ്റോ സോസ് നമുക്കൊരു 3 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസും അതുപോലെ സോയ സോസും ചേർത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. മസാലയുടെ കൂടെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അതിന് ശേഷം ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫിഷിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്, സവാള വഴറ്റുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. മസാലയിലേക്ക് മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ മസാല ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മസാലകളൊക്കെ ഒരുപാട് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ, മസാലപ്പൊടിയുടെ കുത്തൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അധികം കുത്തൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 1/2 സ്പൂണ് പഞ്ചസാര ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണം നിർബന്ധമില്ല. നമുക്കിതിൽ പൊടികളൊക്കെ ഇച്ചിരി അധികം നമുക്ക് കുത്തലൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കണമെന്ന് മാത്രം. അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ഫിഷ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് നമ്മളെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഫിഷ് ഉടയാതെ നമ്മൾ സ്ലോലി നമ്മൾ ഇളക്കണം. ഫിഷ് ഉടഞ്ഞു പോകരുത്. ക്രിസ്പി ആയിട്ടാണ് ഫിഷ് ഇരിക്കുന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ നന്നായി ശ്രദ്ധിച്ച് ഇളക്കണം. ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓപ്ഷണലാണ്. നമ്മൾ നോർമലി ചില്ലി ഫിഷിൽ, ചില്ലി ഗോപിയിലൊക്കെ നമ്മൾ ചേർക്കുന്നതാണ് സ്പ്രിംഗ് ഒനിയൻ. അപ്പോൾ സ്പ്രിംഗ് ഒനിയൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണം നിർബന്ധമില്ല. ഇപ്പോൾ നമ്മുടെ ഫിഷിൽ റെഡിയാണ്. നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ലാസ്റ്റ് ചേർത്താൽ മതി. കുറച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഷ് ചില്ലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഫിഷ് ചില്ലി നമുക്ക് ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫിഷ് ചില്ലി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ ഫിഷ് ചില്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിന് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇനി ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം.
അത് ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഷ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഫിഷ് ചില്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. അതുപോലെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണാം.